ഹലോ, എന്താണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ മൂന്നുപേരും? എന്താണ് അങ്ങോട്ട് തന്നെ തല ഉറച്ചു പോയോ? ഏയ്, ഒന്നുമില്ല ടീച്ചറെ. ഞങ്ങൾ പറയുന്നത് ടീച്ചർ എന്തെങ്കിലും കേട്ടിരുന്നോ? അതെന്താ, ആർക്കും കേൾക്കാൻ പറ്റാത്ത കാര്യമാണോ നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്? ഏയ്, അല്ലല്ല. മണിക്കുട്ടി വെറുതെ ഒരു പൊട്ടത്തരങ്ങ ചോദിച്ചതാ ടീച്ചറോട്. എനിക്കും തോന്നി നിങ്ങൾ പിന്നെ പൊട്ടത്തരം മാത്രല്ലേ പറയുള്ളൂ. അല്ല ടീച്ചറേ, അനി പറ, ഇന്നത്തെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്? അതോ, പറയൂ, എന്താ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇത്ര കാര്യമായിട്ട്? ഡുണ്ടു, നോക്ക് ഡുണ്ടു, നീ പറഞ്ഞു കൊടുക്ക്, നമ്മളൊന്നും ചർച്ച ചെയ്തില്ലെന്ന്. ഡുണ്ടു, അതെ അതെ, ഞങ്ങൾ എന്ത് ചർച്ച ചെയ്യാനാ അല്ല മണിക്കുട്ടി? എന്താണ് രണ്ടുപേർക്കൊരു കള്ള ലക്ഷണം കാണുമ്പോ തന്നെ എനിക്ക് നല്ല സംശയം വരുന്നുണ്ട്. എന്ത് സംശയം? പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നമ്മളിവിടെ എന്താ ചെയ്തിരുന്നെന്ന്? ഞങ്ങളിവിടെ ഇല്ലേ ടീച്ചറെ, എക്സാമിനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കായിരുന്നു. അതെ അതെ, അങ്ങനെ ചെയ്യായിരുന്നു ഞങ്ങൾ ടീച്ചറെ. ഓ, എന്നിട്ട് അതൊന്നും നിങ്ങളുടെ പേപ്പറിലൊന്നും കാണാറില്ലല്ലോ. എന്താ ടീച്ചറെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾ പഠിക്കുമ്പോ ഞങ്ങളെ കളി വെക്കണ എന്തിനാ? ശരി, ഇപ്പൊ തൽക്കാലം ഞാൻ വിശ്വസിച്ചു. പേപ്പർ കിട്ടുമ്പോഴും ഇതൊക്കെ തന്നെ പറയണേ. അല്ലെങ്കിൽ എന്റെ കയ്യിൽ ചൂരൽവടി നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഞാൻ രണ്ടെണ്ണം കൂടി മേടിക്കും. കാരണം എന്റെ കയ്യിലുള്ള ചൂരൽവടിക്ക് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നിങ്ങൾ പറ, എന്ത് സംഭവിക്കും? അത് അത് എന്നാ പിന്നെ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറഞ്ഞു തരാം. അടിച്ചടിച്ച് ആ വടി പൊട്ടുന്നത് വരെ ഞാൻ അടിക്കും. കേട്ടല്ലോ? ഞങ്ങൾ നല്ലോണം പഠിക്കും. അതെ അതെ, ഈ മുത്ത് ഒന്ന് പഠിക്കാതെ വന്നിട്ട് ടീച്ചറെ, അത് പറയായിരുന്നു ഞങ്ങള്. അതെ, മുത്ത് പഠിക്കുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ടീച്ചറെ, നിങ്ങൾ സത്യ പറഞ്ഞത്. ഇന്നലെ രാത്രി മുഴുവനും അവൾ ഫോണിലെ സിനിമ കാണുമായിരുന്നു. അതെ അതെ, ആന്റി കുറേ പറഞ്ഞു അവളോട് പഠിക്കാൻ, അവൾ പഠിച്ചിട്ടേ ഇല്ല. ആണോ മുത്തേ, നീ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലെന്ന് പറയടി. ഞാൻ പറഞ്ഞോളാം, എന്നാ പെട്ടെന്ന് പറ. ടീച്ചറെ, ഒരു പ്രാവശ്യം കൂടി ചോദിച്ചു നോക്ക്, ഓള് പഠിച്ചിട്ടില്ല ടീച്ചറെ. പഠിച്ചാലും കൊള്ളാം, പഠിച്ചില്ലെങ്കിലും കൊള്ളാം. പരീക്ഷ പേപ്പർ കയ്യിൽ കിട്ടട്ടെ, അപ്പൊ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എല്ലാത്തിനെയും. നീ എന്താടി പറയാതിരുന്നത് ടീച്ചറോട് നീ പഠിച്ചിട്ടില്ലാന്ന്? അതിന് ടീച്ചർ എന്നോട് പിന്നെ ചോദിച്ചില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വെറുതെ പഠിച്ചില്ലാന്ന് പറയുന്നത്? കണ്ടോ മണിക്കുട്ടി, കണ്ടോ, അവൾക്ക് അനുസരണശീലം തീരെയില്ല ഇപ്പോ. അതെ അതെ, അത് എനിക്കും തോന്നിയിട്ടുണ്ട്. അതെല്ലാരുണ്ടോ ടീച്ചർ ചോദിക്കാതെ ഞാൻ പറഞ്ഞ ടീച്ചർക്ക് ദേഷ്യം വരില്ലേ? അതാ. ഹോ, അവൾക്ക് എന്തൊരു വിനയാ നോക്ക് മണിക്കുട്ടി. അതിനുള്ളൊരു ശിക്ഷ ഇവൾക്ക് കൊടുക്കണ്ടേ മണിക്കുട്ടി? വേണുണ്ടോ, നീ എന്ത് വേണമെങ്കിലും കൊടുത്തോ, ഞാനുണ്ടാവും കൂടെ. ഇവൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം. വേണ്ടതുണ്ടോ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ പഠിക്കുമ്പോ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നത് ഞാനല്ലേ, പിന്നെന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വരെ ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്ന് തരുന്നില്ലേ നിങ്ങൾ പഠിക്കുമ്പോ? പിന്നെ എന്തിനാ മണിക്കുട്ടി, ടുണ്ടു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. പറഞ്ഞു, ഞാൻ ചെയ്തോളാം. എന്നാലേ ഇന്നത്തെ എക്സാമിന് നീ ഒന്നും എഴുതരുത്. ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം, അതിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. വേറെ ഒന്നിനും നീ എഴുതരുത്. അറിയാത്ത പോലെ ഇരുന്നേക്കണം. എന്തിനാ ടുണ്ടു, നിനക്ക് അറിയാലോ, പിന്നെ ഞാൻ ഇങ്ങനെ എഴുതാതിരിക്കും? ഞാൻ എല്ലാം ഇന്നലെ ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ചതാ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, നീ എഴുതിയാ നീ ജയിക്കും,
അതുകൊണ്ട് നീ എഴുതരുത്. ഞങ്ങൾക്ക് വേണം ഇപ്രാവശ്യം നിന്നേക്കാൾ കൂടുതൽ മാർക്ക്. അതെ അതെ, നീ മാത്രം അങ്ങനെ ഡാഡിയുടെ മുമ്പിൽ എപ്പോഴും നല്ല മാർക്ക് വാങ്ങി നല്ല ആളാവാൻ നിൽക്കണ്ട. എന്തിനാ മണിക്കുട്ടി, ഞാൻ ഇന്നലെ ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കുന്നത് നീ കണ്ടതല്ലേ? എനിക്ക് നന്നായി എഴുതിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല മണിക്കുട്ടി. നിനക്ക് സമാധാനം വേണ്ടടി. കേട്ടല്ലോ, നീ എങ്ങാനും എക്സാമിന് നന്നായിട്ട് എഴുതിയ നീ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. നടക്ക് മണിക്കുട്ടി, ഇനി ഇവള് നമ്മുടെ വാക്ക് തെറ്റിക്കുന്നത് നമുക്കൊന്ന് കാണണം. മുത്തേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇത്തവണ നീ പരീക്ഷയ്ക്ക് തോൽക്കണം. എന്തിനാ അവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നുമില്ലെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നില്ലേ? അവർക്ക് എന്നെ കൊണ്ട് ഉപകാരമില്ലാതെ ഉപദ്രവം ഒന്നുമില്ലല്ലോ. എന്നിട്ട് എന്തിനാ അവരെന്നെ? മുത്തുചേച്ചി, മുത്തുചേച്ചി, എന്താ കല്ലുവേ? മുത്തുചേച്ചി, മുത്തുചേച്ചിനെ ഓൻ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ എല്ലാം കേട്ടു. എവിടുന്ന്? ഞാനില്ലേ അവിടെ മറിഞ്ഞു നിൽക്കായിരുന്നു. എന്റെ കൂടെ ദായി കുട്ടൂസ് ഉണ്ടായിരുന്നു. അപ്പൊ നീ UKG പോയില്ലേ? മുത്തുചേച്ചി ഞങ്ങളെ കളിക്കാൻ വിട്ടതാ. കളിക്കാൻ വിട്ട നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ ദൂരത്തേക്കൊന്നും വരരുതെന്ന്? അതെ, ഞാനേ അവിടെ നോക്കിയപ്പോഴേ മുത്തുചേച്ചിനെ അവര് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കണ്ടതാ. അപ്പൊ ഓല് മുത്തുചേച്ചിനെ എന്താ കാട്ടണേന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നതാ. അല്ലെങ്കിൽ ഇതേ കുട്ടൂസിനോട് ചോദിച്ചോക്ക്, ഓൻ പറഞ്ഞുതരും സത്യം. എന്നാ മതി, പോ, ഞാൻ ആക്കിത്തരാം ക്ലാസ്സിലേക്ക്. വേണ്ട മുത്തുചേച്ചി, എനിക്ക് ഈ കുട്ടൂസ് ഉണ്ടല്ലോ കൂട്ടിന്. മുത്തുചേച്ചി ക്ലാസ്സിൽ പോയിക്കോ, മുത്തുചേച്ചിക്ക് പരീക്ഷയല്ലേ. പിന്നില്ലേ, മുത്തുചേച്ചി എന്നോട് ഒന്നും പറയാതിരുന്നാലും ഞാൻ എല്ലാം കേട്ടേക്കണു. മുത്തുചേച്ചി എന്നോട് മറച്ചു വെക്കൊന്നും വേണ്ട. അയ്യോ കല്ലു, അതൊന്നുമല്ല കല്ലു, നീ ചുമ്മാ. അല്ല മുത്തുചേച്ചി, ഓളെ പറയണതൊക്കെ ഞാൻ കേട്ടതാ. കല്ലു എന്താ കേട്ടത്? മുത്തുചേച്ചി, മുത്തുചേച്ചി ഞാൻ പറയണത് കേൾക്കൂ. പറ, കല്ലു പറഞ്ഞത് എന്താ ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത്? എന്നാലേ മുത്തുചേച്ചി ഇന്നലെ നല്ലോണം പഠിച്ചതല്ലേ, ഞാൻ കണ്ടതാ. അവിടെ മുത്തുചേച്ചിയുടെ റൂമില് നേരെ വെളുക്കും വരെ ലൈറ്റ്. ഞാൻ പഠിച്ചതാ കല്ലു. എന്നിട്ട് മുത്തുചേച്ചി അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ആ മണിക്കുട്ടി ഭൂതം ദുണ്ട് ഭൂതം പറയണ കണ്ടോ? അത് സാരില്ല കല്ലു. മുത്തുചേച്ചിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി, പക്ഷേ ഞാൻ ഓളെ വെറുതെ വിടൂല, നോക്കിക്കോ. കല്ലു വേണ്ട കല്ലു, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അല്ലെങ്കിൽ മുത്തുചേച്ചി എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ. പക്ഷെ ഒരു വെറുതെ വിടാൻ പറ്റില്ല മുത്തുചേച്ചി. ഓലിക്കിട്ട് നല്ലൊരു പണി ഞാൻ കൊടുക്കും. കല്ലു വേണ്ട കല്ലു, ഇന്നലത്തെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. അവർക്ക് അതിന്റെ ഒക്കെ ദേഷ്യ എന്നോട് അവർ കാണിക്കുന്നത്. അതൊന്നല്ല, ഓലിക്ക് കുശുമ്പാണ്. മുത്തുചേച്ചി നല്ലോണം പഠിച്ചൂലേ, ഓലാണെങ്കിൽ പഠിച്ചൂല്ല, അതാണ് ഓലെ കുശുമ്പ്. അതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ കല്ലു? മുത്തുചേച്ചി ചെയ്യേണ്ടത്, മുത്തുചേച്ചി ഇന്നലെ നല്ലോണം പഠിച്ചതല്ലേ, അപ്പൊ അതെല്ലാം നല്ല പോലെ പരീക്ഷയ്ക്ക് എഴുതണം. എന്നിട്ട് എപ്പോഴത്തെയും പോലെ ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം മുത്തുചേച്ചി. ഓലിക്കുള്ള പണി ഞാൻ കൊടുത്തോളാം മുത്തുചേച്ചി. അതെ അതെ, ഓലിക്ക് നല്ലൊരു പണി കൊടുക്കണം. അല്ല കല്ലേ, നീ മറന്നോ? കുട്ടികളെ ഹായ് പറയാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ മറന്നു മുത്തുചേച്ചി. എന്നാ പെട്ടെന്ന് പറഞ്ഞോ. ഇന്ന് മുത്തുചേച്ചി പറ, മുത്തുചേച്ചി പറയണതായിരിക്കും അവൾക്ക് ഇഷ്ടം. അൻസ ഹായ്, ഫാത്തിമ ദിയ ഹായ്, മഹസാരിഫ് ഹായ്, ഹായ് നിഹവ ഹായ് നായ. ഞങ്ങളെ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ്
കമന്റും ലൈക്കും